ഹലോ മൈ ഡിയർ ആസ്പിറൻസ്. നമ്മുടെ ആദ്യത്തെ ക്ലാസ് ഇവിടെ തുടങ്ങുകയാണ്. സെക്ഷൻ 1 ബ്രിട്ടീഷ് പോയിട്രിയിലെ പാർട്സ് 1 to 4 ആയി നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഓൾഡ് ബ്രിട്ടന്റെ ഹിസ്റ്ററിക്കൽ ബാക്ക്ഡ്രോപ്പ് മുതൽ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ വരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് on behalf of I+ Training Solutions, I welcome you all to exploit the sea of English literature. നമുക്ക് തുടങ്ങാം. ആദ്യമായി ഓൾഡ് ബ്രിട്ടന്റെ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നോക്കൂ. ഓൾഡ് ബ്രിട്ടൻ കുറെ ഇൻവേഷൻസിനും കുറെ കോൺക്വസ്റ്റുകൾക്കും വിധേയമായിട്ടുണ്ട്. പണ്ട് കാലത്ത്, അതായത് ബ്രിട്ടന്റെ അയൺ ഏജ് എന്ന് പറയും. അയൺ ഏജ് നമുക്കറിയാം. അയൺ ഏജ് എന്ന് പറയുമ്പോൾ അക്കാലത്ത് ആളുകൾ, ആ സിവിലൈസേഷനിൽ ആളുകൾ എന്ത് ചെയ്യും? അയൺ കൊണ്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇൻവെന്റ് ചെയ്യുകയും ആ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്ത ഒരു കാലമാണ് നമുക്ക് അറിയാം. സ്റ്റോൺ ഏജ്, അയൺ ഏജ്, ബ്രോൺസ് ഏജ്, അങ്ങനെ. അപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടനിലെ അയൺ ഏജ് കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ഇൻഹാബിറ്റൻസ് ആയിരുന്നു കെൽറ്റിക് പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഈ കെൽറ്റിക് പീപ്പിൾ ഗ്രേറ്റ് ബ്രിട്ടനിൽ ഇങ്ങനെ ജീവിച്ചു വരുന്ന കാലം. ആ സമയത്ത് അതിനുശേഷം കുറേ ഇൻവേഷൻസ് ബ്രിട്ടൻ അണ്ടർഗോ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ഇൻവേഷൻസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്? റോമൻസ്, ജർമാനിക് ട്രൈബ്സ്, വൈക്കിങ്സ്, നോമൻസ് ആൻഡ് ഫ്രഞ്ച്. ഇത്രയുമാണ് മെയിൻ ഇൻവേഡേഴ്സ് എന്ന് പറയുന്നത്. റോമൻസ് നമുക്കറിയാം, നമ്മുടെ ജൂലിയസ് സീസറിന്റെ റോം. അതുപോലെ തന്നെ ജർമാനിക് ട്രൈബ്സ് നമുക്കറിയാം. ആംഗ്ലോ സാക്സൺസ്, നമ്മളെല്ലാവരും ലിറ്ററേച്ചർ അറിയാവുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും അറിയാം ആംഗ്ലോ സാക്സൺസ്. ജർമാനിക് ട്രൈബ്സിൽ വരുന്നതാണ് ഈ ആംഗ്ലോ സാക്സൺസ്. അവരെ ജർമാനിക് ട്രൈബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ വൈക്കിങ്സ് അല്ലെങ്കിൽ ഡെയിൻസ് എന്ന് പറയും. വൈക്കിങ്സ് അല്ലെങ്കിൽ ഡെയിൻസ്, അവരാണ് പിന്നെ വന്നത് ആസ് റെയ്ഡേഴ്സ്. റെയ്ഡിങ്ങിനായിട്ടാണ് അവര് ബ്രിട്ടനിൽ വന്നത്. പിന്നെ നോമൻസ് ആൻഡ് ഫ്രഞ്ച്. നോമൻസ് ആൻഡ് ഫ്രഞ്ച് നമ്മൾ കളക്റ്റീവ്ലി പറയുന്നു, കാരണം നോമൻസ് എന്ന് പറയുന്നത് തന്നെ ടു ലിങ്ക് ഫ്രാൻസ് ടു ഇംഗ്ലണ്ട്. അതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം. ഫ്രാൻസിന്റെ ഒരു നാഷണൽ സ്പിരിറ്റും ഫ്രാൻസിന്റെ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ ഇംഗ്ലണ്ടിൽ കൊണ്ടുവരിക, ബ്രിട്ടനിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നോമൻസിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും, ഈ ഇൻവേഡേഴ്സിന്റെ എല്ലാം ഉദ്ദേശം അവരുടെ നാഷണൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് ബ്രിട്ടനെ മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഒരർത്ഥത്തിൽ ബ്രിട്ടൻ ഈ വന്നിരിക്കുന്ന ഇൻവേഡേഴ്സിന്റെ എല്ലാ രീതികൾക്കും അനുസരിച്ചിട്ട് മാറി. ബ്രിട്ടനിലെ പല മാറ്റങ്ങളും ഈ ഇൻവേഷൻസിൽ ഡിപ്പെൻഡഡ് ആണ്, ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. സോ ലിറ്ററേച്ചറിനും ഈ ഇൻവേഷൻസുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കാരണം ഈ വന്നിരിക്കുന്ന ആളുകൾ അവര് തന്നെയാണ് ഈ എഴുത്തുകാർ, അവർ തന്നെയാണ് ഈ റൈറ്റേഴ്സ്. അപ്പോൾ ആദ്യം എഴുതിയത് പോയംസ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ, ഏതൊരു ലിറ്ററേച്ചർ എടുത്ത് നോക്കിയാലും ആദ്യത്തെ ഒറിജിൻ, ലിറ്ററേച്ചറിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് പോയിട്രിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. പോയറ്റിക് പീസസ് ആണ് ആദ്യം എഴുതി തുടങ്ങിയത്. ഈ ഇൻവേഷൻസ് ഒക്കെ ലിറ്ററേച്ചറിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് കെൽറ്റിക്സ്. കണ്ടോ? ഇവരായിരുന്നു ദ ഏർലി ഇൻഹാബിറ്റൻസ് ഓഫ് ബ്രിട്ടൻ. ദേ വർ ഇൻഡിജീനിയസ് പീപ്പിൾ. അവര് അവിടെ ഉണ്ടായിരുന്ന തനത് മനുഷ്യരാണ്. ഒറിജിനൽ പീപ്പിൾ ഓഫ് ബ്രിട്ടൻ ആയിരുന്നു കെൽറ്റ്സ്. അപ്പൊ കെൽറ്റ്സുകൾ ഇങ്ങനെ സമാധാനത്തെ അവിടെ ജീവിച്ചിരുന്ന കാലം റോമൻ ഇൻവേഷൻ ഉണ്ടായി. കണ്ടോ? റോമൻ പടയാളികൾ ഓടി വരുന്നത് കണ്ടോ? ഇംഗ്ലണ്ടിലേക്ക്, ബ്രിട്ടനിലേക്ക് കീഴടക്കാൻ വേണ്ടിയിട്ട്. അപ്പോ റോമൻ എംപയറിന്റെ ഭരണ കാലഘട്ടം, റൂൾ ബ്രിട്ടനില് 43 മുതൽ 410 AD വരെയായിരുന്നു. ഇത് തുടക്കം കുറിക്കുക എന്നുള്ള രീതിയിൽ ജൂലിയസ് സീസർ ആണ് കെൽറ്റിക് ബ്രിട്ടനിലേക്ക് അയൺ ഏജ് പീരീഡില് ഒരു സീരീസ് ഓഫ് മിലിറ്ററി ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. അതിന്റെ പേര് ഗാലിക് വാർ എന്നാണ്. കാരണം ഈ മിലിറ്ററി ക്യാമ്പയിൻ വാസ് അഗൈൻസ്റ്റ് ട്രൈബൽ പീപ്പിൾ. ദേ വർ കോൾഡ് ഗാലിക്. ഇപ്പൊ ഗാലിക് എന്ന് പറയുന്ന ഒരു കൂട്ടം ട്രൈബ്സിനെ അവർക്കെതിരെ നടത്തിയ ഒരു മിലിറ്ററി ക്യാമ്പയിൻ സീരീസ് ആയ ഗാലിക് വാറിന്റെ ഭാഗമായിട്ട് ജൂലിയസ് സീസർ ആണ് കെൽറ്റിക് ബ്രിട്ടൻ ഇൻവേഷന്റെ ഒരു തുടക്കം നാന്ദി കുറിച്ചത്.
ഇനി റോമൻ എംപയർ അതിനെ ഫോളോ ചെയ്ത് ഇത്രയും കാലം 43 to 410 AD വരെ ഒരു ഒരു ലോങ് റൂൾ തന്നെ നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റോമൻ ഇൻഫ്ലുവൻസ് ബ്രിട്ടനിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ കുറേ ഡെവലപ്മെന്റ്സ് പല ഫീൽഡുകളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ ഫീൽഡുകളിലാണ്? കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു റോമൻ വേർഷനിലേക്ക് ബ്രിട്ടൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിൽ അഗ്രികൾച്ചർ സെക്ടറില്, അതുപോലെ തന്നെ ഏർബൻ സെക്ടറില്, ഹൗസിംഗില്, കൺസ്ട്രക്ഷൻ, ഇങ്ങനെയുള്ള കുറേ അധികം മേഖലകളിൽ ഡെവലപ്മെന്റ്സ് റോമൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ബ്രിട്ടനിൽ. പിന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ നേഷനെ നമ്മൾ ഭാരത് മാത എന്നുള്ള ഒരു ഇമേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. പേഴ്സോണിഫിക്കേഷൻ മീൻസ് ഗിവിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് a living being to a non-living thing. ജീവനില്ലാത്ത ഒരു വസ്തുവിന് ജീവനുള്ള ഒരു വസ്തുവിന്റെ ക്വാളിറ്റീസ് നമ്മൾ കൊടുക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫീമെയിൽ പേഴ്സോണിഫിക്കേഷൻ ആണ് സത്യത്തിൽ ഭാരത് മാത എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഭാരതം അതിന് കൊടുക്കുന്നത് ഫീമെയിൽ പേഴ്സോണിഫിക്കേഷൻ ഓഫ് എ ഗോഡസ് നെയ്മഡ് ഭാരത് മാത. ലൈക്വൈസ് അതുപോലെ തന്നെയാണ് ഗ്രേറ്റ് ബ്രിട്ടനും അതിന്റെ ഫീമെയിൽ പേഴ്സോണിഫിക്കേഷൻ ആരെ പോലെയാണ്? റോമൻ ദേവത, റോമൻ ഗോഡസ് ആയ ബ്രിട്ടാനിയ. ആ ബ്രിട്ടാനിയ എന്ന് പറയുന്ന ദേവത, ആ ദേവതയാണ്, ആ ഗോഡസിന്റെ ഫീമെയിൽ പേഴ്സോണിഫിക്കേഷൻ ആയിട്ടാണ് ബ്രിട്ടൻ മാറിയത്. അങ്ങനെയാണ് പിന്നെ അന്ന് മുതൽ ഗ്രേറ്റ് ബ്രിട്ടനെ കാണാൻ തുടങ്ങിയത്. അപ്പൊ അതൊരു റോമൻ ഇൻഫ്ലുവൻസ് തന്നെയാണ്. ഒരു റോമൻ ഗോഡസിനെ ബ്രിട്ടൻ പേഴ്സോണിഫൈ ചെയ്യുന്നു എന്നത്. ഓക്കെ, അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി റൊമാനോ ബ്രിട്ടീഷ് കൾച്ചർ തന്നെ ബ്രിട്ടനിൽ ഉണ്ടായി. കുറെ ലാംഗ്വേജസ് അവിടെയുണ്ട്. കെൽറ്റിക് ലാംഗ്വേജ്, കെൽസിന്റെ കെൽറ്റിക് ലാംഗ്വേജ് അവിടെയുണ്ട്. ബ്രിട്ടോണിക് എന്ന് പറയുന്ന ലാംഗ്വേജ്, പിന്നെ ലാറ്റിനം. ഈ 3 ലാംഗ്വേജസ് ആയിരുന്നു അവിടെ പ്രൊമിനന്റ് ആയി നിന്നിരുന്നത് ഡ്യൂറിങ് റോമൻ റൂൾ. നെക്സ്റ്റ് ഇസ് ദ ജർമാനിക് ട്രൈബ്സ്. ജർമാനിക് ട്രൈബ്സ് നമുക്കറിയാം, ദി ഏംഗിൾസ്, ദ സേക്സൺസ് ആൻഡ് ദി ജ്യൂസ്. ഈ 3 ട്രൈബൽ പീപ്പിളിനെ, ഈ 3 ട്രൈബ്സിനെയും കൂടെ കളക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്നത്. ഇനി ഈ ആംഗ്ലോ സാക്സൺസ് എങ്ങനെയാണ് വന്നത്? നമ്മളൊക്കെ അറിയാം, റോമൻ ഇൻവേഷൻ നടന്നത് ജൂലിയസ് സീസറിന്റെ ഗാലിക് വാറിന്റെ പിന്തുടർച്ച എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് റോമൻ വന്നത്, റോമൻ റൂൾ വന്നത് ബ്രിട്ടനിൽ. ലൈക്ക് വൈസ് ജർമാനിക് ട്രൈബ്സ് അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺസ് വരാനും ഒരു കാരണം കാണുമല്ലോ. അപ്പൊ എങ്ങനെയാണ് അവർ വന്നത്? ദേ കെയിം ആസ് മെർസനറീസ്. മെർസനറീസ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി പീപ്പിൾ, മിലിറ്ററി മെൻ എന്നുള്ളതാണ്. അപ്പം അവര് മിലിറ്ററി മെൻ ആയിട്ടാണ് വന്നത്. ആർക്കെതിരെ? അഗൈൻസ്റ്റ് പിക്സ് ആൻഡ് സ്കോട്ട്സ്. പിക്സ് എന്നും സ്കോട്ട്സ് എന്നും പറയുന്ന 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാനാണ് ജർമാനിക് ട്രൈബ്സ്, ആംഗ്ലോ സാക്സൺസ് വന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, പിക്സും സ്കോട്ട്സും. ഇവര് 2 പേരും, ഈ പിക്സ് സ്കോട്ട്സ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിന്റെ, ഇന്നത്തെ നമ്മുടെ സ്കോട്ട്ലൻഡിന്റെ ഒരു ഭാഗമായിട്ട്, പണ്ട് സ്കോട്ട്ലൻഡ് എന്നല്ല പേര്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സ്കോട്ട്ലൻഡിലെ ആളുകളാണ് ഈ പിക്സും സ്കോട്ട്സും. ഈ പിക്സിന് അവർക്ക് പേര് വരാൻ കാരണം നിങ്ങൾ കണ്ടോ? ഫുൾ ബോഡി ഫുൾ ടാറ്റൂസ് ആണ്. നമ്മൾ ഇന്നത്തെ ടാറ്റൂസ് പോലെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻസ് ആണ് ബോഡി ഫുൾ. അപ്പൊ അങ്ങനെയാണ് അവർക്ക് പിക്സ് എന്ന് പറയുന്ന പേര്. സ്കോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അണ്ടർസ്റ്റുഡ് ആണ്, സ്കോട്ട്ലൻഡ് ആ പേരുമായിട്ട് സാമ്യമുണ്ട്. അപ്പൊ ഇവർ 2 പേരും കളക്റ്റീവ്ലി സ്കോട്ട്ലൻഡ് പീപ്പിൾ ആണ്. അതുപോലെ ഇവർ കെൽറ്റിക് സ്പീക്കിങ്ങുമാണ്. അയണേജിൽ ഉണ്ട് ഇവര്. അതേപോലെ തന്നെ ഈ ജർമാനിക് ട്രൈബ്സ് ഇവരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അതിനുശേഷവും പിക്സും സ്കോട്ട്സും ഇവിടെ ഉണ്ടായിരുന്നു കുറെ ആളുകൾ. അപ്പൊ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ മെർസനറീസ് ആയിട്ടാണ് who came? The Anglo-Saxons came to Britain. Then they settled in and around 5th century. ഏകദേശം ഒരു 5th century ഒക്കെ ആയപ്പോൾ അവരെ സെറ്റിൽ ചെയ്തു. ഫുൾ ബ്രിട്ടനില്, ഇൻ ആൻഡ് അറൌണ്ട് ബ്രിട്ടൻ അവർ സെറ്റിൽ ചെയ്തു. കൂടാതെ അവർ കുറെ കിങ്ഡംസ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. കുറെ കിങ്ഡംസ് ഉണ്ട്, അത് നമ്മൾ നോക്കും അടുത്ത സെഷനിലേക്ക് പോകുമ്പോൾ. ആംഗ്ലോ സാക്സൺ സെപ്പറേറ്റ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറയും. ഹെപ്റ്റാർക്കി എന്ന് പറയും, ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കി എന്ന ഒരു കിങ്ഡംസ്, കുറച്ച് കിങ്ഡംസ് ഉൾപ്പെടുന്ന
ഒരു ഹെപ്റ്റാർക്കി അവർ ഫോം ചെയ്യുകയുണ്ടായി. കാരണം ഇങ്ങനെയൊക്കെ കിങ്ഡംസ് ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? അത്രത്തോളം ആംഗ്ലോ സാക്സൺസ് ബ്രിട്ടനിൽ നിലയുറപ്പിച്ചു എന്നതാണ്. അവര് കുറെ കിങ്ഡംസ് എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ഒരു കിങ്ഡം ആണ് വെസക്സ്. ഈ ഒരു കിങ്ഡത്തിന്, വെസക്സ് എന്ന ഈ കിങ്ഡത്തിന് ഒരു പ്രോമിനന്റ് പ്ലേസ്, ഒരു ഇമ്പോർട്ടന്റ് പ്ലേസ് തന്നെ ആയിരുന്നു ഈ വെസക്സ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവിടുത്തെ റൂളർ കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ആയതുകൊണ്ട്. കാരണം അദ്ദേഹം അത്രത്തോളം സ്വാധീനം ഉണ്ടായിരുന്ന, വളരെ പ്രഗത്ഭനായിരുന്ന ഒരു റൂളർ ആയിരുന്നു കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ്. സോ അദ്ദേഹത്തിന്റെ പ്ലേസും അദ്ദേഹത്തിന്റെ കിങ്ഡമും അതേപോലെ പ്രൊമിനന്റ് ആയി. ഇനി റിയൽ ഇംഗ്ലീഷ്നെസ് സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ. ആംഗ്ലോ സാക്സൺസ് വന്നതിൽ നിന്നും, അവരുടെ വരവോട് കൂടിയാണ് ഒറിജിനൽ ഇംഗ്ലീഷ്നെസ്, ഒരു ഇംഗ്ലീഷ് ഹുഡ് എന്നുള്ള ഒരു രീതിയിലേക്ക്, നമ്മുടെ ഇന്നത്തെ ഒരു ഇംഗ്ലീഷ്, അതിന്റെ ഒരു രൂപമാറ്റം, ഒരു തനത് ഇംഗ്ലീഷ്നെസ് വന്നത്, ഒരു മാറ്റം വന്നത് ഈ ആംഗ്ലോ സാക്സൺസിന്റെ വരവോടുകൂടിയാണ്. നമുക്കറിയാം ഇൻവേഷൻസ് ഗുണവുമുണ്ട്, അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അതിലെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പറയാം, ഇംഗ്ലീഷ്നെസിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ആംഗ്ലോ സാക്സൺസിന്റെ ഇൻവേഷൻസോട് കൂടിയാണ്. ഇനി ഇവരുടെ റിലീജൻ എന്തായിരുന്നു? പേഗൻ റിലീജൻ ആയിരുന്നു. പേഗൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ദൈവങ്ങളെ വിശ്വസിക്കുന്ന, മോർ ദാൻ വൺ ഗോഡ്, അങ്ങനെയുള്ളൊരു ബിലീഫിന് നമ്മൾ പേഗൻ എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഡ്രൂയിഡിസം എന്ന് പറയും. പക്ഷെ ഒറിജിനലി പേഗൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അൺഗോഡ്ലി എന്നുള്ളത് തന്നെയാണ്. ഒന്നുകിൽ ദൈവവിശ്വാസം തീരെ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ അമിതമായി ആരാധിക്കുക, അതാണ്. അപ്പോൾ ആ ഒന്നിൽ കൂടുതൽ ആരാധനയ്ക്ക് നമ്മൾ ഡ്രൂയിഡിസം എന്നാണ് കറക്റ്റ് വേർഡ്. പക്ഷെ പേഗൻ എന്ന് പറയുന്നത് കൊണ്ട് ഒരു സ്പിരിച്വാലിറ്റി ഇല്ലാത്ത, ഒരു ഗോഡ്ലിനെസ്സും ഇല്ലാത്ത, ദൈവത്തെ നിന്ദിക്കുന്ന ആളുകൾ എന്നുള്ളതാണ്, കൺസിഡർ ചെയ്യാത്ത ആളുകൾ എന്നുള്ളതാണ് പേഗന്റെ ഒരു ആപ്റ്റ് മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഗ്ലോ സാക്സൺസ് അങ്ങനെയുള്ള ആളുകളായിരുന്നു. ഇനി കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ഐറിഷ് മിഷണറീസ് വന്നു. ഐറിഷ് മിഷണറീസ് ഫ്രം അയർലൻഡ് came there and they introduced Christianity in 597 AD. 597 AD ആയപ്പോൾ അവർ ക്രിസ്ത്യാനിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്താ, നമുക്ക് എന്ത് മനസ്സിലാക്കാം? കുറെ ആളുകൾ ഈ പേഗൻ അൺകൾച്ചേർഡ് രീതിയിൽ നിന്നും, ബിലീഫ്സിൽ നിന്നും, മാനർ ഓഫ് ലൈഫിൽ നിന്നും മാറി ഒരു ക്രിസ്ത്യൻ ചേഞ്ച് തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന പുതിയൊരു റിലീജിയൻ തന്നെ അവിടെ വരികയുണ്ടായി. അതും ആംഗ്ലോ സാക്സൺ ടൈം പീരീഡിലാണ്. അടുത്തത് ദ വൈക്കിംഗ് ഇൻവേഷൻസ്. ഇപ്പോൾ വൈക്കിംഗ് ഇൻവേഷൻസ് അല്ലെങ്കിൽ വൈക്കിംഗ് ഏജ് എന്ന് കണക്കാക്കുന്നത് 793 ടു അപ്രോക്സിമേറ്റ് 79. കാരണം ഈ ഓൾഡ് പീരീഡ്സ് ഒന്നും, ഈ ഇയേഴ്സ് ഒന്നും നമുക്ക് പ്രോപ്പർ ആയിട്ട്, ചില കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. കാരണം ചില ബാറ്റിൽസ് അതൊക്കെ നമുക്ക് കറക്റ്റ് ടൈമാണ്. പക്ഷെ ടൈം പീരീഡ് പറയുമ്പോൾ ചെറിയ ഫ്ലക്ച്വേഷൻസ് കാണാറുണ്ട്. അപ്പോൾ അബൌട്ട് 793 8th സെഞ്ചുറി നമുക്ക് പറയാം. ഓക്കെ, 793 മുതൽ 1066 AD വരെയാണ് ഈ വൈക്കിംഗ് ഏജ് എന്ന് നമ്മൾ ബ്രോഡായിട്ട് പറയുന്നത്. അപ്പോൾ വൈക്കിങ്സ് ആരാണ്? ഇവരെന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻ നോസ് ഉള്ള സ്ഥലത്തു നിന്നും വരുന്ന ആളുകളാണ്. ഇവർ സീഫെയറേഴ്സ് ആണ്. കടൽ മാർഗത്തിൽ വരികയും അതുപോലെ തന്നെ റെയ്ഡിങ്, കൊള്ളയടിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ വൈക്കിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദേവർ സ്കാൻഡിനേവിയൻ നോസ്മെൻ ആൻഡ് ദേ കെയിം ഫോർ റെയ്ഡിങ്. അവർ പ്രധാന പേർപ്പസ് എന്ന് പറഞ്ഞാൽ റെയ്ഡിങ് തന്നെയാണ്. അതിനോടൊപ്പം കോളനൈസേഷൻ ഉണ്ട്, കോൺക്വസ്റ്റ് ഉണ്ട്, ട്രേഡിങ്, വ്യാപാരമുണ്ട്. അപ്പോൾ എന്താണ് റെയ്ഡ് ചെയ്യുമ്പോൾ അവരുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഏതാണ്? ദേ ടാർഗറ്റ് മൊനാസ്ട്രീസ് ആൻഡ് മിനിസ്റ്റർ ചർച്ചസ്. അവർ പള്ളികളും മഠങ്ങളുമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെ എന്തുണ്ട്? വെൽതി ആയിട്ടുള്ള, പോർട്ടബിൾ, ഹാൻഡി ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഈ ചർച്ചുകളിലും മൊനാസ്ട്രീസിലും ഒക്കെ ഉണ്ട്. അപ്പൊ എടുത്തുകൊണ്ട് പോകാനും എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ടാണ് വെൽതി മൊനാസ്ട്രീസ് ഒക്കെ ഇവര് ടാർഗറ്റ് ചെയ്യുന്നത്. നോക്കൂ, ലിൻഡിസ്ഫേൺ എന്ന ഒരു മൊനാസ്ട്രിയാണ് ആദ്യത്തെ മൊനാസ്ട്രി. വൈക്കിങ്സ് റെയ്ഡ് ചെയ്ത ഫസ്റ്റ് മൊനാസ്ട്രി എന്ന് പറയുന്നത് ലിൻഡിസ്ഫേൺ ആണെന്ന് കരുതപ്പെടുന്നു.
878 AD ബാറ്റിൽ ഓഫ് എഡിങ്ടൺ യുദ്ധത്തിൽ ഈ വൈക്കിങ്സ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടു. ആരാണ് ഡിഫീറ്റ് ചെയ്തത്? വെസക്സിന്റെ കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ്. യെസ്, അദ്ദേഹം ബാറ്റിൽ ഓഫ് എഡിങ്ടണിൽ വൈക്കിങ്സിനെ തുരത്തി ഓടിച്ചു. പൂർണ്ണമായി തുരത്തി ഓടിച്ചോ? ഇല്ല. എന്താണ്? അവരെ ഡിഫീറ്റ് ചെയ്തു, തോൽപ്പിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷെ പൂർണ്ണമായി തുരത്തി ഓടിച്ചില്ല. എന്താ അവിടെ ഉണ്ടായത്? ബാറ്റിൽ ഓഫ് എഡിങ്ടണിന് ശേഷം അവിടെ ഒരു ട്രീറ്റി ഫോം ചെയ്തു. ട്രീറ്റി നമുക്കറിയാമല്ലോ, സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടി. അപ്പൊ എന്താണ് ആ സമാധാന ഉടമ്പടി? പീസ്ഫുൾ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാരും വൈക്കിങ്സും ചേർന്നുകൊണ്ട് ഒരു ട്രീറ്റി ഉണ്ടാക്കി. അതായത് ബിറ്റ്വീൻ ആൽഫ്രഡ് ദ ഗ്രേറ്റ് ആൻഡ് വൈക്കിങ്സ്. എന്തായിരുന്നു ആ ട്രീറ്റിയില്? ഓരോരുത്തരുടെയും കിങ്ഡംസിന്റെ ബൗണ്ടറി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ എന്താണ് ആ ഡെഫിനിഷൻ? എന്താണ് ആ ഡിവിഷൻ? ഇംഗ്ലണ്ടിന്റെ നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ പാർട്ട് അത് ഡെയിൻസ് കൺട്രോൾ ചെയ്യും. ഡെയിൻസ് മീൻസ് വൈക്കിങ്സ്. അവർ കൺട്രോൾ ചെയ്യും നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ ഇംഗ്ലണ്ട്. ഓക്കെ. വെസെക്സ് ആര് കൺട്രോൾ ചെയ്യും? ആൽഫ്രഡും ആൽഫ്രഡിന്റെ പിന്തുടർച്ചക്കാരും. Okay, Alfred and his successors will control Wessex, and the northern and eastern England will be under Danes. ഇതായിരുന്നു ആ ട്രീറ്റി. അതിനുശേഷം ആൽഫ്രഡ് ദ ഗ്രേറ്റും ഡാനിഷ് വാർലോർഡ് യുദ്ധത്തലവനുമായ ഗുത്രവും തമ്മിൽ ഒരു ട്രീറ്റി ഉണ്ടാക്കി. ആ ട്രീറ്റിക്ക് ഉള്ളിൽ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ സെറ്റ് ഓഫ് ലീഗൽ ടേംസ് ആൻഡ് ഡെഫിനിഷൻസ്. ചില നിയമാവലികളും ചില ഡെഫിനിഷൻസും ഉൾപ്പെട്ടിട്ടുള്ള ഒരു റെക്കോർഡായിരുന്നു. അതിന്റെ പേര് ഡെയിൻ ലോ എന്നായിരുന്നു. ഡെയിൻ ലോ. ആൻഡ് ഇറ്റ് വാസ് മെയ്ഡ് ഇൻ ദ ട്രീറ്റീസ് ബിറ്റ്വീൻ ആൽഫ്രഡ് ദ ഗ്രേറ്റ് ആൻഡ് ദ ഡാനിഷ് വാർലോർഡ് ഗുത്രം. ഓക്കെ. അപ്പോ ഒരു ട്രീറ്റി ഉണ്ടാക്കി ബൗണ്ടറി ഡിഫൈൻ ചെയ്യാൻ, മറ്റൊന്നുണ്ടാക്കി അതിനുള്ളിൽ ഡെയിൻ ലോ ഉണ്ടായിരുന്നു. ഈ ഗ്രേറ്റ് ഡാനിഷ് ആർമി അല്ലെങ്കിൽ വൈക്കിംഗ് ഗ്രേറ്റ് ആർമി, ഇപ്പൊ നമ്മൾ ഡെയിൻസ് എന്ന് പറഞ്ഞത് ഡാനിഷുകാരാണ്, ഡാനിഷ് പീപ്പിൾ ആണ്. ഓക്കെ, അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. അപ്പോൾ ഗ്രേറ്റ് ഡാനിഷ് ആർമി അല്ലെങ്കിൽ ദ വൈക്കിംഗ് ഗ്രേറ്റ് ആർമി, അതിന് മറ്റൊരു പേര് വിളിക്കും. എന്താണ്? ദ ഗ്രേറ്റ് ഹീതൻ ആർമി. എന്താണ് ഹീതൻ എന്ന് പറഞ്ഞാൽ? മീൻസ് uncouth people, uncultured people, ungodly people. അതിനാണ് ഹീതൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേറ്റ് ഡാനിഷ് ആർമി അല്ലെങ്കിൽ വൈക്കിംഗ് ഗ്രേറ്റ് ആർമിക്ക് ദ ഗ്രേറ്റ് ഹീതൻ ആർമി എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഈ ഗ്രേറ്റ് ഹീതൻ ആർമി എന്ന് പറയുന്ന ടേം ഒരു സ്ഥലത്ത് നിന്നും, ഒരു ബുക്കിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഏതാണെന്നറിയാമോ ആ ബുക്ക്? ആ ബുക്ക് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ ആണ്. 865 പബ്ലിഷ് ചെയ്ത ആംഗ്ലോ സാക്സൺ ക്രോണിക്കിളിൽ നിന്നും എടുത്തിട്ടുള്ള ടേം ആണ് ദ ഗ്രേറ്റ് ഹീതൻ ആർമി. ആൻഡ് ദിസ് ടേം ഈസ് ആട്രിബ്യൂട്ടഡ് ടു ദ വൈക്കിംഗ് ആർമി. നെക്സ്റ്റ് ഇസ് നോർമൻ കോൺക്വസ്റ്റ്. നോർമൻ കോൺക്വസ്റ്റ്, ഈ ഇൻവേഷൻസിന്റെ ഒക്കെ ഒരു എൻഡിങ് ഇവിടെയാണ് നമുക്ക് പറയാം. വന്ന് നിൽക്കുന്നത് നോർമൻ കോൺക്വസ്റ്റിലാണ്. ഇങ്ങനെ വൈക്കിങ്സ് ഡെയിൻസുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അവരെ തോൽപ്പിച്ച്, എന്നാൽ അവരുമായി ഗുഡ് റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കിങ് ആൽഫ്രഡ് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ബ്രിട്ടനിൽ നിലനിർത്തിക്കൊണ്ടുപോന്നു. 11th സെഞ്ചുറിയിൽ കിങ് നച്ച് എന്ന കിങ്, അദ്ദേഹമാണ് അവിടെ റെയിൻ ചെയ്തത്. ആ സമയത്ത് എന്താണ് അദ്ദേഹം ചെയ്തത്? ഇംഗ്ലണ്ടിനെ മൊത്തത്തിൽ യൂണിഫൈ ചെയ്തു. ആരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നോർവേ, ഡെൻമാർക്ക് എന്ന 2 കൺട്രീസിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനെ ടോട്ടലി ഹോളി യൂണിഫൈഡ് ആക്കി കിങ് നട്ട്. കിങ് നട്ടിന്റെ മരണശേഷം എഡ്വേർഡ് ദ കൺഫെസർ 1066 വരെ റൂൾ ചെയ്തു. എഡ്വേർഡിന്റെ സക്സസർ എന്നുള്ള രീതിയിൽ ഹെറോൾഡും വന്നു. അടുത്തത് നോർമൻ കോൺക്വസ്റ്റ്. ഇത് എപ്പോഴാണ് ഉണ്ടായത്? ആര് തമ്മിലാണ് ഉണ്ടായത്? അപ്പൊ ഇപ്പോഴുള്ള കിങ് ആരാണ്? ഹെറോൾഡ് ആണ്. ഓക്കെ. ഹെറോൾഡ് റൂൾ ചെയ്യുന്ന ഇംഗ്ലണ്ടിനെ ഇൻവേഡ് ചെയ്യാൻ
നോർമനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും വന്ന ആർമികളാണ് ഈ നോർമൻസ് എന്ന് നമ്മൾ കളക്റ്റീവ്ലി പറയുന്നത്. So the Norman and French armies, they came to England to invade the country. ആ സമയം ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ഹെറോൾഡ് ആണ്. ഈ വന്ന നോർമൻസ്, ഈ നോർമൻ കോൺക്വസ്റ്റ് അവർ നടത്തിയത് ആരുടെ ലീഡർഷിപ്പിലാണെന്ന് അറിയാമോ? ഡ്യൂക്ക് ഓഫ് നോർമൻഡി, നോർമൻഡിയിലെ ഡ്യൂക്കായ വില്യം ദ ഫസ്റ്റ് അല്ലെങ്കിൽ വില്യം ദ കോൺക്വയറർ ആണ്. ആൻഡ് സംടൈംസ് നോക്കൂ, he is also called വില്യം ദ ബാസ്റ്റേർഡ്. അപ്പോ ഇത്രയും പേരുകളാണ് വില്യം ദ ഫസ്റ്റിനുള്ളത്. അദ്ദേഹം നോർമൻഡിയിലെ ഡ്യൂക്കാണ്. അദ്ദേഹമാണ് ഈ നോർമൻ ഫ്രഞ്ച് ആർമീസിനെ ക്ലബ് ചെയ്തുകൊണ്ട് നോർമൻ കോൺക്വസ്റ്റ് കൊണ്ടുവന്നത്, ഇംഗ്ലണ്ടിൽ വന്നത്, ഇൻവേഡ് ചെയ്യാൻ അവർ വന്നത് വില്യം ദ ഫസ്റ്റിന്റെ ലീഡർഷിപ്പിലാണ്. ഈ നോർമൻ കോൺക്വസ്റ്റ് ആരംഭിച്ചത്, അതിന് തുടക്കം കുറിച്ചത് ഒരു ബാറ്റിലാണ്, എഗെയിൻ എ ബാറ്റിൽ. ആൻഡ് ദ നെയിം ഓഫ് ദാറ്റ് ബാറ്റിൽ ഇസ് ദ ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ്. 1066 ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് തുടങ്ങിയത്. ഇത് ആരൊക്കെ തമ്മിലാണ്? നോർമൻ ഫ്രഞ്ച്, വില്യം ദ ഫസ്റ്റിന്റെ, ഡ്യൂക്ക് ഓഫ് നോർമൻഡിയുടെ, വില്യം ദ കോൺക്വയറിന്റെ കീഴിലുള്ള നോർമൻ ഫ്രഞ്ചും കിങ് ഹെറോൾഡിന്റെ, ആംഗ്ലോ സാക്സൺ കിങ് ആയ കിങ് ഹെറോൾഡിന്റെ ഇംഗ്ലീഷ് ആർമിയും തമ്മിലാണ് ഈ പോരാട്ടം. ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് എന്നാണ് അതിന്റെ പേര്. നിങ്ങൾ കണ്ടോ? വില്യം ദ കോൺക്വയറിനെ കണ്ടോ? ഇംഗ്ലണ്ടിനെ ഫ്രാൻസുമായി ബന്ധിപ്പിക്കുക എന്നുള്ളത് കൂടിയായിരുന്നു നോർമൻസിന്റെ ഉദ്ദേശമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ പിക്ചർ, അതിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്നും വിശ്വസിക്കുന്നു. നോക്കാം, ദി ഏർലി ഇൻഹാബിറ്റൻസ് ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടന്റെ ആദ്യ കാലത്തിൽ ഇൻഹാബിറ്റ് ചെയ്തിരുന്ന ആളുകൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ദ കെൽസ്. ആരൊക്കെയാണ് ദ കെൽസ്? അവര് ബ്രിട്ടീഷ് അയണേജിൽ ഉണ്ടായിരുന്ന ഇൻഡിജീനസ് പീപ്പിൾ ആണ്. അവരുടെ റിലീജിയൻ എന്ന് പറയുന്നത് പേഗനിസം ആയിരുന്നു, അതായത് നോ ബിലീഫ് അറ്റ് ഓൾ. പിന്നീട് അത് മാറി ഡ്രൂയിഡിസം ആയി. ഡ്രൂയിഡിസം മീൻസ് മൾട്ടിപ്പിൾ ഗോഡ്സ്. അപ്പൊ ആരാധിക്കാൻ തുടങ്ങിയപ്പോ മോർ ദാൻ വൺ ഗോഡ് അതായി. പിന്നെ റോമൻസ്. ഈ റോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 2 റോമൻ എംപയേഴ്സ് ആണ് ഉള്ളത്. 2 റോമൻ എംപയേഴ്സ്, ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറും. 18th സെഞ്ചുറി ഹിസ്റ്റോറിയനായ എഡ്വേർഡ് ഗിബ്ബൺ ഈ റോമൻ എംപയേഴ്സിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിന്റെ ടൈറ്റിൽ ദ ഹിസ്റ്ററി ഓഫ് ദ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ എന്നാണ്. 1776 മുതൽ 1789 വരെ 6 വോള്യൂംസിലായിട്ടാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ ബുക്കിന്റെ തീംസ് ഏതൊക്കെയാണെന്ന്. റോമൻ എംപയറിന്റെ ഹിസ്റ്ററി, അതേപോലെ കാത്തലിക് ചർച്ചിന്റെ ഹിസ്റ്ററി. അതിനോടൊപ്പം 2 റോമൻ എംപയേഴ്സ്, വെസ്റ്റേൺ റോമൻ എംപയറും ഈസ്റ്റേൺ റോമൻ എംപയറും തകർന്നതും ആ കഥയും ഹിസ്റ്ററി ഓഫ് ദ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ എന്ന ബുക്കിൽ ഗിബ്ബൺ പറയുന്നുണ്ട്. വെസ്റ്റേൺ റോമൻ എംപയർ ഡിക്ലൈൻ ചെയ്തത് 4th സെഞ്ചുറിയിലാണെങ്കിൽ ഈസ്റ്റേൺ റോമൻ എംപയർ തകർന്നത് 1453-ലാണ്. ഈ ഡിക്ലൈൻ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയറിനെ മറ്റൊരു പേരിലും നമ്മൾ അറിയപ്പെടുന്നുണ്ട്, ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാണ്. 1453. യു ഹാവ് ടു ഇംപ്രിന്റ് ദിസ് ഇയർ ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർത്തു വെക്കുക, മറക്കരുത്. എപ്പോഴും ഒരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ് എപ്പോഴും അറിഞ്ഞിരിക്കണം, ഈ ഇയേഴ്സ് മറക്കരുത്. ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻഡ് ഇൻ 1453 ആൻഡ് അതർ നെയിം ഫോൾ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. അപ്പൊ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ഫോൾ എന്ന് പറയുമ്പോൾ ഓർക്കുക, അപ്പൊ അതേ സമയം നിങ്ങളുടെ മനസ്സിൽ വരേണ്ട നെയിമാണ് ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എഡ്വേർഡ് ഗിബ്ബൺ ഹിസ്റ്ററിയിൽ പറയുന്നത്. ആംഗ്ലോ സാക്സൺസ്, നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള റിയൽ ഇംഗ്ലീഷ് പീപ്പിൾ എന്ന് നമുക്ക് കരുതാവുന്ന ഇംഗ്ലണ്ടിൽ വന്നിട്ടുള്ള ജർമാനിക് ട്രൈബ്സ് ആണ് ആംഗ്ലോ സാക്സൺസ്. ഡാനിഷ് ഓർ വൈക്കിങ്സ് പറഞ്ഞു, അതായത് കിങ് ആൽഫ്രഡിനെ കുറിച്ചിട്ടൊരു ലെജൻഡ് തന്നെ, ആൽഫ്രഡ് ആൻഡ് ദ പെസന്റ് വിമൻ എന്ന് പറഞ്ഞ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഡാനിഷ് ഓർ വൈക്കിങ്സ്. കാരണം ഈ വൈക്കിങ്സിനെ
ഇത്രയും ഒരു റെയ്ഡേഴ്സ് ആയി കോളനൈസേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള വൈക്കിങ്സിനെ തുരത്തി ഓടിക്കാൻ അവരെ തോൽപ്പിച്ച്, എന്നാൽ തോൽപ്പിച്ച പരാജയപ്പെട്ട സമൂഹത്തിന്, പരാജയപ്പെട്ട ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ ആളുകൾക്ക് അവരുമായി ചേർന്നുകൊണ്ടൊരു സമാധാനം കൊണ്ടുവരാനും അതിന് മുൻകൈ എടുത്ത കിങ് ആൽഫ്രഡ് ഈസ് റിയലി ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് കുറെ ലെജൻഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് കിങ് ആൽഫ്രഡിനെ കുറിച്ച്. പിന്നെ നോർമൻസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അടുത്തത് ആംഗ്ലോ സാക്സൻസിനെ നമ്മൾ ഡീറ്റെയിൽ ആയി ഒന്ന് എക്സാമിൻ ചെയ്യാം. ആംഗ്ലോ സാക്സൻസിന്റെ കഥ നമുക്ക് 2 ബുക്കുകളിൽ നിന്നാണ് കിട്ടുന്നത്. ആംഗ്ലോ സാക്സൻസിനെ കുറിച്ചുള്ള അറിവ്. ഒന്ന് ഗിൽഡാസ് എന്ന് പറയുന്ന ഒരു സ്കോളർ അദ്ദേഹം എഴുതിയ ഓൺ ദി റൂയിൻ ആൻഡ് കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ എന്ന ബുക്കിലാണ്. മറ്റൊന്ന് is from Venerable Bede's Ecclesiastical History of the English Whigs. വെനറബിൾ ബീഡ് എഴുതിയ എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററിയിൽ നിന്നാണ് മറ്റൊരു ആംഗ്ലോ സാക്സനെ കുറിച്ച് മറ്റൊരു വിവരവും കിട്ടുന്നത്, കുറിച്ചുള്ള വിവരം കിട്ടുന്ന മറ്റൊരു ബുക്ക്. ആംഗ്ലോ സാക്സൺസ് എന്ന ഒരു സമൂഹം ബ്രിട്ടനിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായി 1939 ഇംഗ്ലണ്ടിലെ വുഡ് ബ്രിഡ്ജിൽ സറ്റൻ ഹൂ എന്ന ബറിയൽ ഷിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ബറിയൽ ഷിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഫ്യൂണറൽ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അതിന് കൊണ്ടുപോകുന്ന യൂസ് ചെയ്യുന്ന ഷിപ്പാണ്. അതിനോടൊപ്പം തന്നെ ഈ വെൽതി ആയിട്ടുള്ള ഓബ്ജക്ട്സ് ബറി ചെയ്യാനും രാജാക്കന്മാർ ഇത് യൂസ് ചെയ്യാറുണ്ട്. ആംഗ്ലോ സാക്സണിലെ ഒരു രാജാവിന്റെ, ഒരു കിങ്ങിന്റെ ബറിയൽ ഷിപ്പാണ് അത്. സറ്റൻ ഹൂ അത് കണ്ടെത്തിയിട്ടുണ്ട്. 1939 അതിന്റെ റിമെയിൻസ്, അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അപ്പൊ അതിൽ നിന്നും തെളിവാകുന്നത് ആംഗ്ലോ സാക്സൺസ് ഒരു നാൾ ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്, ഉണ്ടായിരുന്നു എന്നത്. ഈ ആംഗ്ലോ സാക്സൺസ് നമ്മൾ പറഞ്ഞു 5th സെഞ്ചുറിയിൽ വന്ന, ഇംഗ്ലണ്ടിൽ വന്ന ജർമാനിക് ട്രൈബ്സ്, ഏംഗിൾസ്, സാക്സൺസ് ആൻഡ് ജൂട്സ് ആണ്. ഇവര് അവിടെ സ്ഥാനം ഉറപ്പിച്ചതിന്റെ ഭാഗമായി ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കി എന്ന് പറയുന്ന 7 കിങ്ഡം സെറ്റപ്പ് അവിടെ കൊണ്ടുവന്നു. ഈ ഹെപ്റ്റാർക്കി എന്ന കോൺസെപ്റ്റ് അവിടെ സജസ്റ്റ് ചെയ്തത് ഹിസ്റ്റോറിയനായ ഹെൻറി ഓഫ് ഹണ്ടിങ്ടൺ ആണ്. പ്ലീസ് റിമെമ്പർ, it was Henry of Huntington who first suggested the concept Anglo-Saxon heptarchy. ഈ ആംഗ്ലോ-സാക്സൺ ഹെപ്റ്റാർക്കിയിലെ 7 കിങ്ഡംസ്, നോർത്തുംബ്രിയ, മെർസിയ, ഈസ്റ്റ് ആംഗ്ലിയ, എസെക്സ്, വെസെക്സ്, സസെക്സ് ആൻഡ് കെന്റ്. ഇവിടെ ബ്രിട്ടനില് ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജസ് പാടെ മാറ്റിക്കൊണ്ട് കുറെ ആംഗ്ലോ സാക്സൺ ഡയലക്ട്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവയാണ് മെർസിയൻ, നോർത്തുംബ്രിയൻ, കെന്റിഷ് ആൻഡ് വെസ്റ്റ് സാക്സൺ. ഇതിൽ വെസ്റ്റ് സാക്സൺ ലിറ്റററി സ്റ്റാൻഡേർഡ് ആ സമയത്ത് കൈവരിച്ചു. അതേസമയം മെർസിയനോ, ഈ മെർസിയൻ ഡയലക്റ്റിൽ നിന്നാണ് പിൽക്കാലത്ത് മോഡേൺ ഇംഗ്ലീഷ്, നമ്മുടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്തത്. ഡയലക്റ്റ് നിങ്ങൾക്കറിയാം, റീജിയണൽ ലാംഗ്വേജ് ആണ്, പ്രാദേശിക ഭാഷകൾ, ലാംഗ്വേജ് വേരിയേഷനെയാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെർസിയൻ, നോർത്തുംബ്രിയൻ, കെന്റിഷ് ആൻഡ് വെസ്റ്റ് സാക്സൺ ഡയലക്ട്സിൽ വെസ്റ്റ് സാക്സൺ ആയിരുന്നു ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് ലാംഗ്വേജ്. ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കിട്ടിയത് വെസ്റ്റ് സാക്സൺ ആണ്. വെസ്റ്റ് സാക്സൺ മറ്റൊരു പ്രോമിനൻസ് കൂടെ ഉണ്ട്. വൈ? ബിക്കോസ് ഓഫ് കിങ് ആൽഫ്രഡ് ദി ഗ്രേറ്റ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ലാംഗ്വേജും അദ്ദേഹത്തിന്റെ ഡയലക്റ്റും അദ്ദേഹത്തിന്റെ നാട്ടിലെ ഡയലക്റ്റും അതേപോലെ പോപ്പുലറായി സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. മെർസിയനോ മോഡേൺ ഇംഗ്ലീഷായി മാറി. ഇനി മറ്റൊരു പ്രധാന വിവരം, ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആംഗ്ലോ സാക്സൺസ് ഒരു പ്രത്യേക ആൽക്കഹോളിക് ഡ്രിങ്ക് യൂസ് ചെയ്തിരുന്നു. അതിന്റെ പേര് മീഡ് എന്നാണ്. മീഡ്. ആംഗ്ലോ സാക്സൺസിന്റെ ഫീച്ചേഴ്സ് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ ആണ്. നോക്കാം. ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിന്റെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മാനുസ്ക്രിപ്റ്റ്സ് എന്നതാണ്. മാനുസ്ക്രിപ്റ്റ്സ് അറിയാമല്ലോ, നമ്മളുടെ കൈയെഴുത്ത്.
അതാണ് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാനുസ്ക്രിപ്റ്റ്സ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കുറെ പോയംസ്, അതുപോലെ തന്നെ പ്രോസ് വർക്ക്സും ആംഗ്ലോ സാക്സൺ ടൈമിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പോയംസും പ്രോസസും ഒക്കെ തന്നെ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മാനുസ്ക്രിപ്റ്റ്സിലാണ്. പ്രധാനമായും 4 മാനുസ്ക്രിപ്റ്റ്സ് ആണ്, ഓൾഡ് ഇംഗ്ലീഷ് മാനുസ്ക്രിപ്റ്റ്സ് ആണുള്ളത്. ഇത് ലൈബ്രറിയിലാണ്, പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ലൈബ്രറിയിലാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് ജൂനിയസ് മാനുസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കേഡ്മൺ മാനുസ്ക്രിപ്റ്റ്. കേഡ്മൺ ഒരു പോയിറ്റിന്റെ പേരാണ്. വി വിൽ സ്റ്റഡി ഇറ്റ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. ജൂനിയസ് മാനുസ്ക്രിപ്റ്റ് ഓർ കേഡ്മൺ മാനുസ്ക്രിപ്റ്റ്. ഇതിൽ ബിബ്ലിക്കൽ നെറേറ്റീവ് പോയംസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ബിബ്ലിക്കൽ നെറേറ്റീവ് പോയംസ് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ സ്റ്റോറീസ്, ബൈബിൾ സ്റ്റോറീസിന്റെ നെറേഷൻ സ്റ്റോറീസ് ആണ്. അപ്പൊ നെറേറ്റീവ് പോയംസ് ആണ് ഇവയെല്ലാം. ഏതൊക്കെയാണ്? ജെനസിസ്, എക്സോഡസ്, ഡാനിയൽ ആൻഡ് ക്രൈസ്റ്റ് ആൻഡ് സേറ്റൻ. ഇങ്ങനെയുള്ള വർക്ക്സ്, ബിബ്ലിക്കൽ പോയംസ് ആയിരുന്നു ജൂനിയസ് മാനുസ്ക്രിപ്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്തത് എക്സീറ്റർ ബുക്ക് ആണ്. എക്സീറ്റർ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആന്തോളജി, ഒരു കളക്ഷൻ ഓഫ് പോയംസ്. എഗെയിൻ എ കളക്ഷൻ ഓഫ് പോയം. ഏതൊക്കെ പോയംസ് ആണ്? ക്രൈസ്റ്റ്, ജൂലിയാന, വാൻഡറർ, സീഫെയറർ, വിറ്റ്സിത്, ദിയോർ എക്സെട്ര. ഇത്രയും ഇനിയുമുണ്ട്, കുറെ പോയംസ് ഇനിയുമുണ്ട്. ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നത് എക്സീറ്റർ ബുക്കിലാണ്. പ്ലീസ് റിമെമ്പർ ആൻഡ് പ്ലീസ് നോട്ട്, ക്രൈസ്റ്റ് ആൻഡ് സേറ്റൻ ആണ് ജൂനിയസ് മാനുസ്ക്രിപ്റ്റില്. എക്സീറ്റർ ബുക്കിലുള്ളത് ക്രൈസ്റ്റ് ആണ്. അടുത്തത് വേഴ്സലി ബുക്കാണ്. വേഴ്സലി ബുക്കിൽ ബോത്ത് പ്രോസും ഉണ്ട്, പോയട്രിയും ഉണ്ട്. ആൻഡ്രിയാസ്, ദ ഫെയ്റ്റ്സ് ഓഫ് ദി അപ്പോസിൽസ്, സോൾ ആൻഡ് ബോഡി, ഡ്രീം ഓഫ് ദ റൂഡ്, എലീൻ, ഇവയൊക്കെയാണ് വേഴ്സലി ബുക്കിലെ കമ്പോണൻസ്, അടങ്ങിയിരിക്കുന്ന പോയംസ് ആൻഡ് പ്രോസസ്. നെക്സ്റ്റ് ഇസ് പ്രോസ് വർക്ക്സ്. നെക്സ്റ്റ് ഇസ് നോവൽ കോഡെക്സ്. നോവൽ കോഡെക്സിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളെ ആദ്യത്തെ പോയം എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന ബിയോവുൾഫ്, ദി എപ്പിക് പോയം, ലോങ് നറേറ്റീവ് പോയം എന്ന് ഉദ്ദേശിക്കുന്ന, എന്ന് കരുതുന്ന ബിയോവുൾഫ് അടങ്ങിയിരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ നോവൽ കോഡെക്സിലാണ്. പക്ഷെ പിൽക്കാലത്ത് ഫയറിൽ, തീപിടുത്തത്തിൽ ഈ ബിയോവുൾഫ് കത്തി നശിക്കുകയാണ് ഉണ്ടായത്. ഈ നോവൽ കോഡെക്സിൽ സ്റ്റോർ ചെയ്തിരുന്ന ബിയോവുൾഫ് മാനുസ്ക്രിപ്റ്റ് എന്നാണ് നോവൽ കോഡെക്സിനെ അതിനാൽ അറിയപ്പെടുന്നത്. വൈ? ബിക്കോസ് ബിയോവുൾഫ് ഇസ് സ്റ്റോർഡ് ഇൻ നോവൽ, പ്രിസർവ്ഡ് ഇൻ ദ മാനുസ്ക്രിപ്റ്റ് നോവൽ കോഡെക്സ്. അതേപോലെ തന്നെ ജൂഡിത്ത് എന്ന മറ്റൊരു പോയം, പിന്നെ 3 പ്രോസ് വർക്ക്സും, കൂടാതെ 3 പ്രോസ് വർക്ക്സും ബിയോവുൾഫിനും ജൂഡിത്തിനോടുമൊപ്പം നോവൽ കോഡെക്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആംഗ്ലോ സാക്സിന്റെ റിലീജിയൻ പേഗനും ഹീതനുമാണെന്ന് പറഞ്ഞു. അതായത് അൺഗോഡ്ലി ആയിട്ടുള്ള, അൺകൾച്ചേർഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അങ്ങനെയുള്ള ബിലീഫുമായിരുന്നു ആംഗ്ലോ സാക്സിന്. അവരുടെ റിലീജിയൻ അങ്ങനെ അത്തരത്തിലായിരുന്നു. എന്നാൽ AD 400 കുറെ ക്രിസ്ത്യൻ മങ്സ് ഇംഗ്ലണ്ടിൽ വന്നു. തുടർന്ന് AD 597 സെയിന്റ് അഗസ്റ്റിന്റെ വരവോടുകൂടി, അദ്ദേഹം എവിടെയാണ് വന്നത്? കെന്റിലാണ് വന്നത്. കെന്റ് മീൻസ് ഇറ്റ്സ് എൻ കിങ്ഡം, ആംഗ്ലോ സാക്സൺ കിങ്ഡം. ഹെപ്റ്റാർക്കിയിൽ ഒരു കിങ്ഡം ആണല്ലോ കെന്റ്. അപ്പോ കെന്റിൽ ആണ് സെയിന്റ് അഗസ്റ്റിൻ 597 AD വന്നത്. ആൻഡ് ഇറ്റ് മെയ്ഡ് ബ്രിട്ടീഷ് ടു കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി. അവര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറാൻ കാരണമായത് സെയിന്റ് അഗസ്റ്റിന്റെ അറൈവലാണ്. ഇതിനെ തുടർന്ന് ഒട്ടനവധി ക്രിസ്ത്യൻ പോയംസും ഈ ടൈം പീരീഡിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ഭാഗമായി? ഫോളോയിങ് ദ കൺവേർഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി, കൺവേർഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ടു ക്രിസ്ത്യാനിറ്റി. ഇപ്പോൾ ആംഗ്ലോ സാക്സന്റെ ടൈം പീരീഡ് നമ്മൾ ഇത്രയും പറഞ്ഞു. ഫ്രം ദി ഓൾഡ് ഇംഗ്ലീഷ് ടു നോർമൻ കോൺക്വസ്റ്റ് വരെ ഏകദേശം നമ്മൾ ഇപ്പോ പറഞ്ഞു. അപ്പോൾ ഇതില്
ഈ ഒരു ടൈം ലൈൻ കാണുമ്പോൾ മനസ്സിലാകും ആംഗ്ലോ സാക്സൺസ് ആദ്യം ബ്രിട്ടനിൽ വന്നു, അവർ പിന്നെ ക്രിസ്ത്യാനിറ്റി എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു, പിന്നെ വൈക്കിംഗ് ഇൻവേഷൻസ് ആരംഭിച്ചു, ഡെയിൻ ലോ എസ്റ്റാബ്ലിഷ് ചെയ്തു, ബാറ്റിൽ ഓഫ് ബ്രനാൻബേർഗ് ഇത് നമ്മൾ പറയും. ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ ബാറ്റിൽ ഓഫ് ബ്രനാൻബേർഗിനെ പറ്റി പറയുന്നുണ്ട്. അതിനുശേഷം ഇംഗ്ലണ്ട് യുണൈറ്റ് ചെയ്യപ്പെട്ടു. പിന്നെന്താണ്, നട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ കിങ് ആയി, ഡാനിഷ് കിങ്സ് ഇംഗ്ലണ്ടിൽ റൂൾ ചെയ്തു. അതൊക്കെ അപ്രസക്തമാണ്, അത് നോക്കേണ്ട കാര്യമില്ല. നോർമൻ കോൺക്വസ്റ്റ് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1066 നോർമൻ കോൺക്വസ്റ്റ്. നമ്മൾ പാർട്സ് 1 to 4 ഡിസ്കസ് ചെയ്തു. ഇനി എത്രത്തോളം നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നോക്കിക്കേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ, ഇതേപോലെ കുറച്ച് ട്രിക്കി ആയിട്ട് തന്നെയാണ് ഇന്ത്യനെറ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇവിടെ വേണ്ടത് ശ്രദ്ധയാണ്, ഓർമ്മയാണ്. The Decline and Fall of Roman Empire is a famous book written by an 18th century English historian. There are some chief themes discussed in the work. Choose the correct code. Decline and Fall of Roman Empire നമുക്കറിയാം, എഡ്വേർഡ് ഗിബൺ 18th century English historian ആണ്, അദ്ദേഹം എഴുതിയ ബുക്കാണ്. ഇറ്റ്സ് അബൌട്ട് റോമൻ എംപയറിന്റെ ഡിക്ലൈൻ ഫാളിനെ കുറിച്ചാണ്. ടൈറ്റിൽ ഇറ്റ്സെൽഫ് സേസ് സോ. ഇതില് ഏതാണ് കറക്റ്റ് കോഡ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഇതിന്റെ തീംസ് ഏതൊക്കെയാണ്? ആദ്യം ഓപ്ഷൻ എ, ദ ഹിസ്റ്ററി ഓഫ് റോമൻ എംപയർ ശരിയാണ്, അതുകൊണ്ട്. ഡിക്ലൈൻ ഓഫ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ റോമൻ എംപയർ ഓഫ് കോഴ്സ് അതുമുണ്ട്. ഓപ്ഷൻ ബി, അപ്പം ഓപ്ഷൻ എ ശരിയാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. ഓപ്ഷൻ ബി, ദ ഹിസ്റ്ററി ഓഫ് ദ ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് റോമൻ എംപയർ. ഹിസ്റ്ററി ഓഫ് ദ ഗ്രേറ്റ് ബ്രിട്ടന്റെ ഹിസ്റ്ററി ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയർ എന്ന ബുക്കിൽ ഗിബൺ പറയുന്നുണ്ടോ? നോ ചാൻസ്. റോമന്റെ കാര്യമാണ് പറയുന്നത്, റോമൻ ഹിസ്റ്ററിയും റോമൻ എംപയേഴ്സിന്റെ ഫോളുമാണ് പറയുന്നത്. അപ്പം ബി നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. Then coming to option C, the fall of Western and Eastern Roman Empire alone. അത് മാത്രമാണ് കിടക്കുന്നത്, സി മാത്രം. അപ്പോ സി മാത്രമല്ല. ഡി, the Catholic Church. കാത്തലിക് ചർച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാത്തലിക് ചർച്ചിന്റെ ഹിസ്റ്ററിയും ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയറിൽ ഗിബൺ പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് എങ്ങനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം? ഓപ്ഷൻ എ നമ്മൾ കറക്റ്റ് ആണെന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി നമ്മൾ കളഞ്ഞു. ഓപ്ഷൻ സി കരുതാം, പക്ഷെ ഹിസ്റ്ററി ഓഫ് റോം ഇല്ല. അപ്പൊ അതുകൊണ്ട് വി ക്യാൻ എലിമിനേറ്റ് ബോത്ത് ബി ആൻഡ് സി. ആൻഡ് കറക്റ്റ് ആൻസർ ഇസ് എ ആൻഡ് ഡി ഓൺലി. സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനെ വേണം നിങ്ങൾ ആൻസർ കണ്ടെത്താൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നെറ്റിന് ചോദിക്കുന്നത്. അപ്പോ ഇറ്റ്സ് റിഗാർഡിംഗ് കോർഡിനേഷൻ, കറക്റ്റ് കോർഡിനേഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ എ കണ്ടിട്ട് എ ആണ്, ഇത് ശരിയാണല്ലോ, കാത്തലിക് ചർച്ച് ഉണ്ടോ എന്നുള്ള സംശയം വരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പഠിക്കുമ്പോൾ ആ കോർഡിനേഷനിൽ പഠിച്ചു പോവുക. റോമൻ എംപയറിന്റെ ഹിസ്റ്ററിയെ പറ്റി പറയുന്നുണ്ട്, കാത്തലിക് ചർച്ചിന്റെയും പറയുന്നുണ്ട്, റോമൻ എംപയേഴ്സിനെ കുറിച്ചും അതിന്റെ തകർച്ചയെ കുറിച്ചും പറയുന്നുണ്ട്. ഇങ്ങനെ പഠിച്ചു പോവുക, മനസ്സിലാക്കി വ്യക്തമാക്കി പഠിക്കുക, മറക്കില്ല, നിങ്ങൾക്ക് തെറ്റുകയും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, choose the incorrect statement about novel codex. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ശ്രദ്ധിക്കുക. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ഫസ്റ്റ് വൺ, ഇറ്റ്സ് എ ബുക്ക് ഓഫ് റെക്കോർഡ് ഫ്രെയിംഡ് ബൈ ദ നോർമൻസ് സ്റ്റേറ്റിംഗ് ദ കോഡ് ഓഫ് കണ്ടക്ട് ടു ബി ഫോളോഡ് ബൈ ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ഫോളോ ചെയ്യേണ്ട ചില സെറ്റ് കോഡ് ഓഫ് കണ്ടക്ട്സിനെ കുറിച്ചിട്ടുള്ള അത് അടങ്ങിയിരിക്കുന്ന റെക്കോർഡാണ്, നോർമൻസ് ഡിസൈൻ ചെയ്തൊരു റെക്കോർഡാണ് നോവൽ കോഡെക്സ്. നോവൽ കോഡെക്സ് റിലേറ്റഡ് ടു നോർമൻസ് ആണോ എന്നുള്ളൊരു ഡൗട്ട് വരും, നമുക്ക് കൺഫ്യൂഷൻ തോന്നും. ഇസ് ഇറ്റ് റിലേറ്റഡ്? നോ, നെവർ. ഒരിക്കലും നോർമൻസ് ഡിഫൈൻ ചെയ്ത ഒരു റെക്കോർഡ് അല്ല നോവൽ കോഡെക്സ് എന്ന് പറയുന്നത്. ഇനിയോ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം, ഓപ്ഷൻ 1 ആണ് ആൻസർ. ഇറ്റ്സ് ഇൻകറക്റ്റ് എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി. എങ്കിലും നമുക്ക് 2ഉം 3ഉം 4ഉം ഒന്ന് നോക്കാം. ഓപ്ഷൻ 2, ഇറ്റ്സ് an old English collection of some poems and prose works. Yes, true. നോവൽ കോഡെക്സ് കുറെ ഓൾഡ് ഇംഗ്ലീഷ് പോയംസ് കളക്ട് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. ഓപ്ഷൻ 2 is right.
ഓപ്ഷൻ 3, ഇറ്റ് ഇസ് ഓൾസോ നോൺ ബൈ ദ നെയിം ഓഫ് ബിയോൾഫ്. യെസ്, ബിയോൾഫിന്റെ നെയിമിലാണ് നോവൽ കോഡെക്സ് അറിയപ്പെടുന്നത്. വൈ? ബിയോൾഫ് അതിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട്. ഇറ്റ്സ് എ നോട്ടബിൾ മാനുസ്ക്രിപ്റ്റ്. യെസ്, അബ്സല്യൂട്ട്ലി ട്രൂ. അതൊരു ശ്രദ്ധേയമായ മാനുസ്ക്രിപ്റ്റ് ആണ്. ശരി. അപ്പോ ഓപ്ഷൻ 1 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ഈ സ്റ്റേറ്റ്മെന്റ് നോവൽ കോഡെക്സിനെ കുറിച്ചിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ് ഓപ്ഷൻ A1. ആദ്യത്തെ ക്ലാസ് നമ്മൾ പാർട്സ് 1 മുതൽ 4 വരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ബ്രിട്ടന്റെ ഓൾഡ് പീരീഡ് മുതൽ, ഇൻവേഷൻസ് മുതൽ, ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്നും ഇതിൽ നിന്നും കുറെ പുതിയ കാര്യങ്ങളും അറിയാവുന്ന പല കാര്യങ്ങളുടെയും ഒരു പൊടിതട്ടി എടുക്കലും നിങ്ങളുടെ ഉള്ളിൽ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് കേട്ടതിന് ഒരുപാട് താങ്ക്സ്. നമുക്ക് അടുത്ത ക്ലാസ് പാർട്സ് 5 to 10 അതും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 3 ക്ലാസ്സുകളായിട്ടാണ് അതും. ഓൾഡ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഡേറ്റാസ് നമുക്ക് കൂടുതൽ ഡേറ്റ, അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കമ്പൈൽ ചെയ്ത്, കാരണം NTA നെറ്റ് ഇംഗ്ലീഷിന് അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ നിന്നും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇൻട്രൊഡക്ടറി ക്ലാസ്സിലും പറഞ്ഞു. എങ്കിലും നമ്മളെല്ലാം നോക്കുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്? പഠിക്കുന്നതിനോടൊപ്പം ഓരോ ഭാഗം പഠിച്ചതിന് ശേഷവും സ്വന്തമായി ചോദ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക. സ്വയം ചോദ്യങ്ങൾ ചോദിച്ച്, സ്വയം തന്നോട് തന്നെ ചോദിച്ച് അതിന്റെ ഉത്തരം എന്താണെന്ന് കണ്ടുപിടിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളത് മറക്കില്ല. വീണ്ടും ക്ലാസ്സുകൾ കേൾക്കുക, സംശയമുള്ളത് ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.